എന്റെ സ്വഭാവം മാറ്റണം, എന്റെ സംസാര രീതി മാറ്റണം, ആൾക്കാരോടുള്ള സമീപനം മാറ്റണം എന്നുള്ള പാഠങ്ങൾ ആവർത്തിച്ച് ഞാൻ ഇന്നും ഗുരുനാഥന്മാരെ കാണുന്ന ആൾക്കാർ പോലും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നിട്ടും അത് ഞാൻ പഠിച്ചില്ല. ഞാൻ തന്നെയായിരുന്നു. നമ്മൾ എന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് തന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും ബി യുവർ സെൽഫ്. പൊതുസമൂഹം വിശ്വസിക്കുന്ന ശരിയായ പെരുമാറ്റ രീതികളിൽ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ അതൊരു ഹിപ്പോക്രസിയാണ്. കാരണം ഞാനൊരിടത്തും ബഹുമാനം നൽകേണ്ടിടത്ത് ബഹുമാനം നൽകാതിരുന്നിട്ടില്ല. പക്ഷേ ആവശ്യത്തിലേറെ ബഹുമാനവും ഞാൻ എവിടെയും നൽകിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു നടനുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇവർ ആരുടെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നതെങ്കിലും ഞാനെന്ന് പറയുന്ന നടൻ ആ സിനിമയിൽ ജസ്റ്റിഫൈഡ് ആണെങ്കിൽ, ഞാനെന്ന് പറയുന്ന നടൻ ആ സിനിമയിലേക്ക് ആത്മാർത്ഥമായി ആകർഷിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഐഡന്റിറ്റി സൂക്ഷിച്ചൊരു വ്യക്തിയാണ്. പൃഥ്വിരാജ് സിനിമാ നടനായതിൽ പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയോ ഇങ്ങനെ ബോഡി ലാംഗ്വേജ് കൈവരിക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുകയോ ചെയ്തൊരാളല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും വളരെ ചെറുപ്പത്തിലും എൻ്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഇതൊക്കെ തന്നെയാണ്. ഐ എം എ സ്ട്രോങ് പേഴ്സണാലിറ്റി. അങ്ങനെ പെട്ടെന്ന് തളർന്നു പോകുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് സന്തോഷത്തിൽ മതിമറന്നു പോകുന്ന, പെട്ടെന്ന് സങ്കടങ്ങളിൽ താഴ്ന്നു പോകുന്ന ഒരു ആളല്ല ഞാൻ. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നതല്ല ദ ടഫസ്റ്റ്. കമ്പാരിറ്റീവ്ലി അതാണ് എപ്പോഴും ഈസി. എത്തിപ്പെട്ട സ്ഥലത്ത് നിലനിൽക്കാനും അവിടെ നിന്നുകൊണ്ട് ആ ജേർണി ഇനി എൻഹാൻസ് ചെയ്യാനുമാണ് ശരിക്കും ബുദ്ധിമുട്ട്. എൻ്റെ സർനെയിം സുകുമാരൻ എന്ന് പറയുന്ന എൻ്റെ സർനെയിം എന്നിലേക്ക് എൻ്റെ ആദ്യത്തെ സിനിമ മാത്രമാണ് കൊണ്ടുവന്നത്. അതിനുശേഷം ഞാൻ സിനിമകളിൽ അഭിനയിച്ചത് ഞാൻ സുകുമാരനെ മല്ലികയുടെ മകനാണെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഭയങ്കരമായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഴിവുകൾ എത്രത്തോളം എനിക്ക് റിഫൈൻ ചെയ്യാൻ സാധിക്കും അത് ഇന്നും ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.